വീണ്ടും നമ്മൾ ആക്രി സീരീസ് തുടങ്ങി. ഇത് നമ്മളെടുത്ത ഫോണല്ല, വേറൊരു കസ്റ്റമർ എടുത്തിട്ട് നമ്മുടെ കൊണ്ട് തന്നതാണ്, സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് കൊണ്ട് തന്നതാണ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. എന്നാൽ ഈ ഫോൺ റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. ഈ ഫോൺ കൊണ്ടുവന്നപ്പം ഈ കണ്ടീഷൻ ആണെങ്കിലും നമുക്കൊരു ഫോൺ പുറമേ കണ്ടുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. എന്തായാലും ഫോൺ അഴിച്ചു നോക്കിയാലേ നമുക്ക് കാര്യം അറിയാൻ പറ്റുള്ളൂ. അഴിച്ചു നോക്കാതെയും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡാമേജ് ഉണ്ട്, പിന്നെ ഇന്നർ ഔട്ടറൊക്കെ ഡാമേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ ഇതിനു മുമ്പ് അഴിച്ചില്ലേ നമുക്കറിയത്തില്ല. എന്തായാലും അഴിച്ച സമയത്ത് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്നർ ഔട്ടറും പോയിട്ടുണ്ട്, ബാറ്ററി ഇളക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് എന്ത് കാര്യത്തിനാണ് സർവീസ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഇനി ഡീപ്പായിട്ട് നോക്കിയെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല, ഡിസ്പ്ലേ മാറിയതാണ്. ഈ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ സെറ്റിനകത്ത് വരുന്ന LED ആണ് വിത്ത് ഫിംഗർ. എന്തായാലും ഇത് ഡിസ്പ്ലേ മാറിയിരിക്കുന്ന കോപ്പിയാണ്. പിന്നെ ഫ്രെയിം ഒന്നും കുഴപ്പമില്ല, ഒറിജിനലാണ്. പിന്നെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞായിരുന്നു LCD തന്നെ ഇട്ടാൽ മതി, വർക്ക് ചെയ്യുകയാണെങ്കിൽ LCD ഇട്ടാൽ മതി. കാരണം LED ഒക്കെ മേടിച്ചിട്ട് അത്രയും കാശ് മുടക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഫോണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പണിയാണ്. പിന്നെ നമ്മൾ ഇന്നർ ഔട്ടറൊക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട്. എന്തായാലും കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ LCD ഡിസ്പ്ലേ ആണ് ഇട്ടേക്കുന്നത്, LED ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് ചെറിയ പേടി, LED ഡിസ്പ്ലേ ഒക്കെ ഈ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഫോണിനൊക്കെ നല്ല രീതിക്ക് കാശ് മുടക്കി മേടിച്ചിട്ട് കഴിഞ്ഞാൽ പണിയാവോ ഇല്ലയോ എന്ന്. എന്തായാലും ഫോൺ പക്ക വർക്കിംഗ് ആണ്.